ഹലോ ഹായ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് അടുത്ത ആഴ്ച തൊട്ട്, അതായത് 9-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് എക്സാം തുടങ്ങുവാണ്. ഓക്കെ, കുറേ പേർക്ക് ചിലപ്പോൾ 9-ാം തീയതി കറക്റ്റ് അവരുടെ സബ്ജക്റ്റ് കാണത്തില്ല. ബട്ട് സ്റ്റിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 9-ാം തീയതിയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് +1 കുട്ടികൾക്ക് 11-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലോണം ഇരുന്ന് പഠിക്കുമായിരിക്കും. ബിസിനസ് സ്റ്റഡീസിന് നമുക്ക് ഗ്യാപ്പില്ല. അക്കൗണ്ടൻസിക്ക് 2 ദിവസം ഗ്യാപ്പുണ്ട്. ബിസിനസ് സ്റ്റഡീസിന് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പില്ല. ഇപ്പം എല്ലാവരും ടെൻഷനിലായിരിക്കും. കാരണം അക്കൗണ്ടൻസി ആകുമ്പോൾ പിന്നെയും പ്രോബ്ലം ആകുന്നതൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലേ. പക്ഷേ ബിസിനസ് സ്റ്റഡീസ് ആകുമ്പോൾ കുറേ തിയറിയാണ്, കുറേ പഠിക്കാനുണ്ട്. എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് 5 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. 5 ചാപ്റ്ററിൽ എല്ലാം ഒന്നും പഠിച്ചുകൊണ്ട് പോലോ അല്ലെങ്കിൽ എല്ലാം നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോലോ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ തലേന്ന് കൊണ്ട് നമുക്ക് ഫുള്ള് ചാപ്റ്റേഴ്സ് ഫുൾ പോർഷൻസ് പഠിച്ചുകൊണ്ട് പോകാൻ നടക്കുന്ന കാര്യമല്ല. അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എനിക്ക് തോന്നുന്നൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻസേ നമ്മുടെ കയ്യിലുള്ളൂ. 2023-22, പിന്നെ 2 വർഷം കൊറോണയുടെ ഗ്യാപ്പായിരുന്നു. പിന്നെ 2017-18-19 എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഏരിയാസാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതും. അല്ലെങ്കിൽ 2 മാർക്കിനാണോ 3 മാർക്കിനാണോ 5 മാർക്കിനാണോ 8 മാർക്കിനാണോ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അല്ലെങ്കിൽ വിടരുത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ടോപ്പിക്സിലോട്ടോ എക്സ്പ്ലനേഷനോ കാര്യങ്ങളിലോ ഒന്നും പോകുന്നില്ല. നമ്മൾ ഇത്ര മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വിടരുത്. നമ്മളൊരു ചാപ്റ്റർ എടുത്ത ചില ടോപ്പിക്സ് ഒക്കെ നമ്മൾ വിടും. അങ്ങനെ വിടാതെ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഞാൻ വെറുതെ വന്നിട്ട് നിങ്ങളിത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കും കാണണമല്ലോ ഇത് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത്. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഇതിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ബിസിനസ് സർവീസ് എന്നുള്ളതാണ്. ഇത്തിരി അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. കാരണം പല പോർഷൻസ് ഉണ്ട് ഇതിൽ. ഓക്കെ, ഇഷ്ടംപോലെ പോർഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ബാങ്കിങ് സർവീസ് എന്നും പറഞ്ഞ് കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ ബാങ്കിങ്ങും ഇൻഷുറൻസും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്ന് 1, 2, 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2023, അതായത് നിങ്ങൾ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ബാങ്കുമായിട്ട് റിലേറ്റ് അല്ലെ, ബാങ്കിങ് ബിസിനസ് സർവീസിൽ ഫസ്റ്റ് സർവീസ് ബാങ്കിങ് ആണ് നിങ്ങൾ ടെക്സ്റ്റിൽ പഠിക്കുന്നത്. ആ ബാങ്കിങ് എന്ന് പറയുന്ന ആ സർവീസിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. പിന്നെ വന്നേക്കുന്നത് 2 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2023-ലും 22-ലും 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ 2 നേച്ചർ ഓഫ് സർവീസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 4 നേച്ചറാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് 2 ഇതിലിപ്പോൾ 2 ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് 2 മാത്രം പഠിച്ചുകൊണ്ട് പോരുത്. 4 പഠിച്ചു വെക്കുക, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും നേച്ചർ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ആ ബിസിനസ് സർവീസിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന പോർഷനാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പോർഷനാണ്. പിന്നെ വരുന്നത് ബോണ്ടഡ് വെയർ ഹൗസ്. അപ്പം ബിസിനസ് സർവീസിൽ വരുന്ന തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് വെയർ ഹൗസിനെ പറഞ്ഞാൽ ബാങ്കിങ്ങിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇൻഷുറൻസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന വെയർ ഹൗസ് ആണ്. അതും ടൈപ്സ് ഓഫ് വെയർ ഹൗസ് ആണ് കുറേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ടൈപ്പ് ഓഫ് വെയർ ഹൗസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്താണ് ബോണ്ടഡ് വെയർ ഹൗസ് എന്നുള്ളത്. ആ ടൈപ്സ് എല്ലാ ടൈപ്സും 3 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ 2023-ൽ 4 മാർക്ക്, 2022-ൽ 5 മാർക്സ്, അതേപോലെ 2018-ലും 5 മാർക്സിന് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്സ് എന്ന് പറയുമ്പോൾ 5 പ്രിൻസിപ്പിൾസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, വിടേ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറെ എന്തൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിച്ചാലും ആ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ്, അത് 4 5 എന്നുള്ള എത്ര പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. നെക്സ്റ്റ് 8 മാർക്കിന്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, കുറേ വർഷം
നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ടേം എന്നുള്ള രീതിയിൽ മാത്രമല്ല നിങ്ങളുടെ പബ്ലിക് എക്സാമിനും 8 മാർക്കിന് ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് പെർഫോം ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഓക്കെ, ഒന്നെങ്കിൽ ഫങ്ഷൻസ് പെർഫോം ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ വർഷങ്ങളിലും എസ് എന്നുള്ള രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ അത് രണ്ടും എസ് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റിനെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് 5 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കരുത്. ഈ പറഞ്ഞ ഫങ്ഷൻസ് പെർഫോം ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും രണ്ടും 8 മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ, ഇതാണ് 2023 ക്വസ്റ്റ്യൻസ്. ഇനി 2022 ചോദിച്ചിട്ടുള്ളതും ഫൈൻഡ് ദി ഓഡ് വൺ ഓർ ടു എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സർവീസസിലുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ട് ബാക്കി ആദ്യത്തെ 3 കമ്മ്യൂണിക്കേഷൻ സർവീസാണ്, ബാക്കി 4ാമത് കൊടുത്തേക്കുന്ന ബാങ്കിങ് സർവീസാണ്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലാണ്, അത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാങ്കിങ്ങിനും ഇൻഷുറൻസിനും, അതാണ് പറഞ്ഞാൽ ബാങ്കിങ്ങും ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 8 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്ക് എത്ര മാർക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 4 മാർക്കിന് വെച്ചിട്ടുണ്ട്. വീണ്ടും 2022 റിപ്പീറ്റ് ചോദിച്ചേക്കുന്നതാണ് വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഓക്കെ, ഇനി 2020-ലും 2021-ലും എക്സാംസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഇല്ല. പിന്നെ 2019 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2022-ലും 2023-ലും നിങ്ങളുടെ പോർഷൻസ് ആണെങ്കിലും സിലബസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും എല്ലാം ഏകദേശം സെയിം ആണ്. ഓക്കെ, പക്ഷെ 2019, 18, 17 എന്ന് പറയുമ്പം രണ്ടിടത്തും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസും ആക്ച്വലി ക്വസ്റ്റ്യൻ പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ പോർഷൻസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റ് ചോദിച്ചെന്നിരിക്കാം. ഈ പറഞ്ഞ 2017, 18, 19 നമുക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എടുക്കാം. ഒരിക്കലും ക്വസ്റ്റ്യൻ പാറ്റേൺ അത് നോക്കരുത്, കാരണം അത് മാറിയിട്ടുണ്ട്. ഓക്കെ, എത്ര മാർക്കിന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്, അങ്ങനെ എടുക്കരുത്. ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ആ പോർഷൻ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പഠിക്കണം എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാം. ഓക്കെ, അപ്പം 2019-ലും ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്കിങ് സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് 1 മാർക്കിൻ്റെ. അതേപോലെ 5 മാർക്കിൻ്റെ ഇൻഷുറൻസ്. ഓക്കെ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സിലബസ് മാറിയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലും ഈ പറഞ്ഞ ഇൻഷുറൻസ് ബാങ്കിങ്ങിൽ നിന്ന് എന്തായാലും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ വരുന്നതാണ് വീണ്ടും ഇത് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, ബാങ്കിങ്ങും ഇൻഷുറൻസ് പോർഷനിൽ നിന്ന് രണ്ടിൽ നിന്നും നമ്മൾ 8 മാർക്ക് എന്നുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ 2018 വീണ്ടും വെയർ ഹൗസിൻ്റെ ടൈപ്സ് ഓഫ് വെയർ ഹൗസ്, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വെയർ ഹൗസിന് ടൈപ്സ് ഓഫ് വെയർ ഹൗസാണ്. വെയർ ഹൗസ് എന്താണെന്നും പഠിക്കുക, അതേപോലെ ടൈപ്സ് ഓഫ് വെയർ ഹൗസും പഠിക്കുക. നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഇത് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേരിയസ് ഫങ്ഷൻസ് വീണ്ടും 8 മാർക്കിന് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 2017 4 മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വീണ്ടും ചോദിച്ചേക്കുന്നത് വെയർ ഹൗസിൻ്റെയാണ്. ഓക്കെ, ടൈപ്സ് ഓഫ് വെയർ ഹൗസ് എന്നുള്ള രീതിയിലല്ല ചോദിച്ചേക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഞാൻ അതാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആ ടൈമിൽ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഇനി അത് മാറണമെന്നില്ല, നമ്മളിപ്പോൾ 2022, 2023 നിന്ന് തന്നെ ഫോളോ ചെയ്ത് പൊക്കോ. പക്ഷെ ബാക്കിയുള്ള 2017, 18, 19 ക്വസ്റ്റ്യൻ പാറ്റേണും കൂടെ നോക്കുക. ചിലപ്പം ആ രീതിയിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ നമ്മൾ എലിജിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിലും ചോദിച്ചേക്കുന്നത് എന്താണ്, വെയർ ഹൗസ് ആണ് ചോദിച്ചേക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസും പഠിക്കുക. ആൻഡ് പിന്നെ വീണ്ടും 8 മാർക്കിന് ഇൻഷുറൻസിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എസ് എന്നുള്ള രീതിയിൽ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസോ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം. എസ് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടത് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസും ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസും ആണ്. പിന്നെ വരുന്നത് വെയർ ഹൗസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണ് വെയർ ഹൗസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ടൈപ്സ് എന്നുള്ള രീതിയിൽ പഠിക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിൽ നിന്നോ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെയൊക്കെ കുറച്ച് പോർഷൻസ് ചിലപ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ എക്സാമ്പിൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതല്ലാതെ കൂടുതൽ ബാക്കിയുള്ള പോർഷൻസിൽ നിന്ന് അങ്ങനെ ഇതിൽ നിന്ന് ചോദിച്ചിട്ടില്ല. സർവീസിനുമായിട്ട് റിലേറ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പോർഷനായ ബിസിനസ് സർവീസ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നു. സോ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുന്നത് ബാങ്കിങ്ങും ഇൻഷുറൻസും വെയർ ഹൗസ് അതേപോലെ സർവീസിൻ്റെ സ്റ്റാർട്ടിങ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 5 ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. സോ താങ്ക് യു സോ മച്ച്.